ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടേഴ്സും പിന്നെ അതിന്റെ ഫംഗ്ഷനും അതേപോലെ 3 പോയിന്റ് സ്റ്റാർട്ടറും അതിന്റെ കാര്യങ്ങളെല്ലാം ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ദിസ് ക്ലാസ് വിൽ ബി ഡീലിംഗ് വിത്ത് ദ കമ്പാരിസൺ ഓഫ് ഡി സി മോട്ടോർ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് സ്പീഡ്. ആദ്യം തന്നെ ഡി സി മോട്ടറിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് അതൊന്ന് നമുക്ക് നോക്കാം. ഇ എം എഫ് ഇക്വേഷൻ ഓഫ് എ മോട്ടർ, ഓക്കെ, അത് നമുക്ക് അറിയാം. വി ഇസിക്കൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ ആണ്. അതായത് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഇ എം എഫിനെ ഓവർകം ചെയ്യണം, അതുകൂടാതെ ആർമേച്ചറിലെ ഡ്രോപ്പിനെയും ഈ രണ്ടെണ്ണത്തിനും ഓവർകം ചെയ്യുന്ന രീതിയിൽ വേണം ടെർമിനൽ വോൾട്ടേജ് ആയ വി ആർമേച്ചറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് വി മൈനസ് ഐ എ ആർ എ ആണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ബാക്ക് ഇ എം എഫ് നമ്മൾ വേറൊരു ഇക്വേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് 5Z/60 into P by A. നമ്മളെ ഇക്വേഷൻ നേരത്തെ നമുക്ക് പരിചയമുണ്ട്. ഈവൻ ജനറേറ്ററിന്റെ കേസിൽ പോലും നമ്മൾ ജനറേറ്റർ ഇ എം എഫിന്റെ ഇക്വേഷൻ സെയിം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഈ ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മള് ഈ എൻ സെഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണല്ലോ, അതൊരു കോൺസ്റ്റന്റ് ആണ്. പി നമ്പർ ഓഫ് പോൾസ് ആണ്, എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്സ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ബേസിക്കലി ഇതിനകത്ത് ഫ്ലക്സും എൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ്, എത്ര സ്പീഡിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് അത്. അപ്പോൾ ഫ്ലക്സും എന്നും മാത്രമാണ് കോൺസ്റ്റന്റ് അല്ലാത്ത വസ്തുക്കൾ ഒരു ഡി സി മോട്ടറിന് വിത്ത് റെസ്പെക്ട് ടു ഡി സി മോട്ടോർ. സോ ആ ഫൈയും എന്നും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ റിമൈനിങ് വി ക്യാൻ റെപ്രസെന്റ് ആസ് K1 which is a constant. Okay, സോ നമുക്ക് പറയാം ഇ ബി ഈക്വൽ ടു K1 into phi n, അല്ലെങ്കിൽ നമുക്ക് പറയാം ബാക്ക് ഇ എം എഫ് ഇ ബി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സും സ്പീഡിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതിനകത്ത് നമുക്ക് എഴുതാം സ്പീഡ് എന്ന് പറയുന്നത് ഇ ബി ബൈ ഫൈ ആണ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി ഇക്വേഷൻ 1 നിന്ന് അറിയാം ഈ ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താ, ഇ ബി ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇ ബി ഇല്ലേ, അതിനെ മാറ്റിയിട്ട് ഈ particular സാധനം substitute ചെയ്യാം. So from that we get that n is directly proportional to v minus IARA by 5. ഇത് എന്തിനാ അങ്ങനെ എഴുതുന്ന പറഞ്ഞാൽ n ന്റെ ഡിപെൻഡൻസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിനകത്ത് നമുക്ക് പറയാം സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഒരു മോട്ടോർ കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ the things which we have to change is field flux. ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ചേഞ്ച് ചെയ്യും. അതേപോലെ ആർമേച്ചർ കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ടെർമിനൽ വോൾട്ടേജും ആർമേച്ചർ റെസിസ്റ്റൻസ് ഒന്നും പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകില്ല. കാരണം ഒരിക്കലും നമ്മൾ ടെർമിനൽ വോൾട്ടേജ് ആർമേച്ചറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അത് ആ ത്രൂ ഔട്ട് പ്രോസസ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ട സാധനമാണ്. സോ അതിന് പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഇവിടെ പറയാത്തത്. അതേപോലെ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വസ്തുവാണ്. സോ അതിന് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി ഒരിക്കൽ സെറ്റ് ചെയ്തതിനു ശേഷം സ്പീഡ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലക്സിന്റെ മുകളിലും അതേപോലെ നമ്മുടെ ആർമേച്ചർ കറന്റിന്റെ മുകളിലും ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. For field flux to change, a resistance called diverter is added in parallel to series field. ഫീൽഡ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡൈവേർട്ടർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ആർമേച്ചർ കറന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു സീരീസ് ഫീൽഡിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ ഡി സി സീരീസ് മോട്ടോർ ആകുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട് ഈ ഇക്വേഷനിൽ. അവിടെ ആർമേച്ചർ റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരു ഡി സി സീരീസ് മോട്ടോർ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ആർമേച്ചർ കറന്റ് പോകുന്നത് ആർമേച്ചർ റെസിസ്റ്റന്റ് ഉള്ളിൽ കൂടെയും പോകുന്നുണ്ട്, അതേപോലെ ഒരു സീരീസ് ഫീൽഡിന്റെ ഉള്ളിൽ കൂടെയും പോകുന്നുണ്ട്. ഓക്കെ, സോ ദ സെയിം കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ഷണ്ട് ഫീൽഡ് ആസ് വെൽ ആസ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ്. സോ അതുകൊണ്ട് തന്നെ ആ സ്പീഡിന്റെ ഇക്വേഷനിൽ നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസിൽ കൂടെ ആ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം ഈ n is directly proportional to v minus ia into ra plus rc by 5 എന്ന് പറഞ്ഞ DC മോട്ടറിന്റെ നമുക്ക് പറയാം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC മോട്ടോർ. അപ്പോൾ ഒരു DC മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനോട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. Characteristic curves of DC motors are curves drawn to show the relation between, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ
നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC മോട്ടോർ നമ്മൾ വരയ്ക്കുന്നത് ആർമേച്ചർ കറണ്ട്, സ്പീഡ്, ടോർക്ക്, ഈ മൂന്ന് സംഭവങ്ങൾ. അതായത് ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും സ്പീഡിന്, ടോർക്കിന്, അല്ലെങ്കിൽ സ്പീഡും ടോർക്കും അതേപോലെ ടോർക്കും കറണ്ടും തമ്മിൽ എന്ത് ബന്ധം, അതെല്ലാം അനലൈസ് ചെയ്യാം. ഈ മൂന്ന് പാരാമീറ്റേഴ്സിന്റെ വേരിയേഷൻ മറ്റുള്ള പാരാമീറ്ററിനെ എങ്ങനെ എഫക്ട് ചെയ്യും, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് വരയ്ക്കുന്നത് DC മോട്ടറിന്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന ക്യാരക്ടറിസ്റ്റിക്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാറ്. ഓക്കെ, ഇനി ആർമേച്ചർ കറണ്ടും തമ്മിലെ ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിക്കുന്നത്. അതായത് ഈ ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിലെ ഗ്രാഫിനെ നമ്മൾ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എന്നും ആർമേച്ചർ കറണ്ടും തമ്മിലെ ഗ്രാഫാണ് അത് ഡെപിക്ട് ചെയ്യുന്നത്. അടുത്തത് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡും ടോർക്കും തമ്മിലെ ക്യാരക്ടറിസ്റ്റിക്, അതായത് സ്പീഡും ടോർക്കും തമ്മിൽ വരച്ചിരിക്കുന്ന ഗ്രാഫ്. ഓക്കെ, ഇതാണ് ഈ മൂന്ന് ഗ്രാഫുകളെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC മോട്ടോർ എന്ന് പറയാറ്. അപ്പൊ നമുക്കറിയാം DC മോട്ടോർ എന്ന് പറഞ്ഞാൽ മെയിൻലി എത്ര ടൈപ്പ് ഉണ്ട്, അതായത് DC ഷണ്ട് മോട്ടോർ ഉണ്ട്, DC സീരീസ് മോട്ടോർ ഉണ്ട്, പിന്നെ DC കോമ്പൗണ്ട് മോട്ടോഴ്സ് ഉണ്ട്. സോ ഈ മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് നോക്കണം, സ്പീഡ് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് നോക്കണം, അതേപോലെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്കും നമുക്ക് പഠിക്കണം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ DC ഷണ്ട് മോട്ടോർ നോക്കുകയാണ്. DC ഷണ്ട് മോട്ടോറിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. DC ഷണ്ട് മോട്ടോർ ഇത് പ്രകാരം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്, ഇപ്പൊ DC ഷണ്ട് മോട്ടോറിന്റെ കേസിൽ T എന്ന് പറയുന്നത്, അതായത് ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, റൊട്ടേഷണൽ ഫോഴ്സ്. ഓക്കെ, ലീനിയർ ഫോഴ്സിനെ അനലോഗ് ചെയ്യാണ് റൊട്ടേഷണൽ ഫോഴ്സ്. അപ്പൊ DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ നമുക്കറിയാം ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്കും ആർമേച്ചർ കറന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ T വേഴ്സസ് I വരയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഓൾമോസ്റ്റ്. നമുക്കറിയാം ഈ ഓംസ് ലോന്റെ കേസിൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. അതേപോലെ T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ടോർക്കിനെയാ, ആർമേച്ചർ ടോർക്കിൽ, അതായത് ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റൊട്ടേഷണൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ടോർക്കിന്റെ, ആർമേച്ചർ ടോർക്കിന്റെ ഗ്രാഫാണ് ഈ ബോൾഡ് ലൈൻ എന്ന് പറയുന്നത്. ഇതേപോലെ ഈ ആർമേച്ചറിന്റെ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യില്ല. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഷാഫ്റ്റ് കറങ്ങും അല്ലെ. നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് നമ്മൾ TSH എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഡോട്ടഡ് ലൈൻ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, TSH എന്ന് പറഞ്ഞാൽ ആ ഡോട്ടഡ് ലൈൻ ആണ്. അതായത് നമുക്ക് പറയാം ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ടോർക്ക് മൈനസ് റൊട്ടേഷണൽ ലോസസ് ആണ്. ആർമേച്ചറിലാണ് ബേസിക്കലി റൊട്ടേഷൻ എഫക്റ്റ് ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഈ റൊട്ടേഷണൽ ലോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നതായിരിക്കും ഷാഫ്റ്റ് ടോർക്ക്. ബാക്കി വരുന്ന ടോർക്ക് ആയിരിക്കും ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ ഹെൻസ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, അത് റൊട്ടേഷണൽ ലോസസിനെയാണ്. ഡാഷ് ലൈൻ നമ്മുടെ ഷാഫ്റ്റിന് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്. നമുക്കറിയാം ബാക്ക് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EB = V - IAR ആണ്. അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. EB = V - IAR ഇക്വേഷൻ 1 നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ ബാക്ക് EMF എന്ന് പറയുന്നത് എന്താ, 5Zn ഇവിടെ 5Zn/60 × P/A ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് എഴുതാം EB = V - IAR ഇൻറ്റു നേരിട്ട് നമ്മൾ അതിനെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ N എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, ഇവിടെ ഈ സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ മൊത്തം പാരാമീറ്ററിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പർട്ടിക്കുലർ സ്പീഡിന്റെ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ
അതിനെ മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് കരുതാം. സോ അതിനാണ് നമ്മൾ K2 വിളിക്കുന്നത്, മറ്റേത് സ്പീഡ് N. ഓക്കെ, കാരണം നമുക്ക് സ്പീഡും ആർമേച്ചർ കറന്റും തമ്മിലെ ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ K2 into N എഴുതി. K2 എന്ന് പറയുന്നത് ഇത്രയും സാധനം K2 എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നുകൂടി റീറൈറ്റ് ഇക്വേഷൻ ചെയ്താൽ N ഈസ് ഇക്വൽ ടു ഈ K2 എടുത്തിട്ട് V മൈനസ് IAR ന്റെ താഴെ റെപ്രസെന്റ് ചെയ്യുക, കാരണം ഈക്വൽ ആണല്ലോ. സോ N ഈസ് ഇക്വൽ ടു V മൈനസ് IAR ബൈ K2 നമുക്ക് എഴുതാം. സോ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? N-ഉം I-യും തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു, ഡയറക്റ്റ് റിലേഷൻ വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്രാഫ് കറസ്പോണ്ടിങ് ആയിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ്. സോ ഇവിടെ N-ഉം I-യും തമ്മിലൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് പറയാം, ആർമേച്ചർ കറന്റ് 0 ആവുമ്പോൾ, ആർമേച്ചർ കറന്റ് ഇവിടെ 0 ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ആർമേച്ചർ കറന്റ് 0 ആയി കഴിഞ്ഞാൽ ഈ ടേം വാനിഷ് ചെയ്യും. ഈ ടേം വാനിഷ് ചെയ്താൽ N is equal to V by K2 ആയിരിക്കും. ഓക്കെ, സോ N വളരെ ഹൈ ആയിരിക്കും N-ന്റെ വാല്യൂ, കാരണം സബ്ട്രാക്ഷൻ ടേം അങ്ങ് പോവുകയാണല്ലോ. ദാറ്റ് മീൻസ് ഈ ടേമിന്റെ വാല്യൂ ഫുൾ അങ്ങ് വരികയാണല്ലോ. സോ ആർമേച്ചർ കറന്റ് 0 ആവുമ്പോൾ സ്പീഡ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ആൻഡ് വെൻ ഇനി ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യാണെന്ന് വിചാരിച്ചോ. ഈ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ടേം ഇൻക്രീസ് ചെയ്യാം. നെഗറ്റീവ് ടേം ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ അങ്ങ് ഡിക്രീസ് ചെയ്തു പോവുക. ന്യൂമറേറ്റർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ N-ന്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹാൻസ് അതാണ് ഇവിടെ കാണുന്നത്. ആർമേച്ചർ കറന്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് N-ന്റെ വാല്യൂ കുറഞ്ഞ് താഴോട്ടേക്ക് ഇങ്ങനെ വരിക. ഓക്കെ, സോ സ്പീഡ് ഓഫ് ഷണ്ട് DC മോട്ടോർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ലോഡ്. ഇത് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ അനലൈസ് ചെയ്യാം. നമുക്കൊരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് EMF ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ സ്റ്റാർട്ടറിന്റെ കേസ് പറയുമ്പോൾ, സ്റ്റാർട്ടറിന്റെ കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടർ എന്തിനാ ആവശ്യം? ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബാക്ക് EMF വളരെ കുറവായിരിക്കും. ബാക്ക് EMF കുറവായത് കാരണത്താല് വളരെ ഹൈ ആർമേച്ചർ കറന്റ് റഷ് ചെയ്ത് മോട്ടറിനകത്തേക്ക് വരും. ആ സമയത്തായിരിക്കും മോട്ടോർ ഡാമേജ് ആയി പോവുക. ഓക്കെ, പക്ഷെ ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് എന്താ? വളരെ കുറവാണ്. പക്ഷെ സ്പീഡ് കുറവാണെങ്കിലും ആർമേച്ചർ കറന്റ് വളരെ ഹൈ ആർമേച്ചർ കറന്റ് റഷ് ചെയ്ത് വരുന്നത്. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കും? പിന്നെ അഥവാ നമ്മൾ ബൈ ചാൻസ് നമ്മൾ സ്റ്റാർട്ടറെല്ലാം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് ഒരു സാച്ചുറേഷൻ സ്പീഡ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സാച്ചുറേഷനിൽ ഒരു സ്റ്റേബിൾ സ്പീഡ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആർമേച്ചർ നല്ല സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കും. ആ സമയത്ത് അത് ഡ്രോ ചെയ്യുന്ന കറന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും കറന്റ്. ഓക്കെ, കാരണം എന്താ? ബാക്ക് EMF ഇപ്പം ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റേബിൾ ആയ നിലയിൽ എത്തിയിട്ടുണ്ട്. സോ ബാക്ക് EMF ഉണ്ടെങ്കിൽ ആർമേച്ചർ കറന്റ് എടുക്കുന്നത് വളരെ കുറവായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അല്ലെ? ആർമേച്ചർ കറന്റ് ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ കറന്റ് വളരെ കൂടുതലായിരിക്കും, അപ്പോൾ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കൂടി കഴിയുമ്പോൾ അത് ഡ്രോ ചെയ്യുന്ന ആർമേച്ചർ കറന്റ് വളരെ കുറവായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ കറന്റ് വളരെ കൂടുതലായിരിക്കും, ഇത്ര ഹൈ വാല്യൂ ഉണ്ട്. ഓക്കെ, ആർമേച്ചർ വൈസ് വേഴ്സ, അതായത് സ്റ്റേബിൾ സ്പീഡ് എത്തുമ്പോൾ ആർമേച്ചർ കറന്റ് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു പോകും. ആ ഇൻവേഴ്സ് എന്താ പറയുക റിലേഷൻ ആണ് ഇവിടെ ഡിപെക്ട് ചെയ്യുന്ന ഗ്രാഫില്. അടുത്തത് നമുക്ക് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ആണ് നോക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ല ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്, അല്ലെ? അപ്പൊ അതിന് എവിടെയും പറയുന്നത് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്. N എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതാണെന്ന്, അല്ലെ? സ്പീഡിന്റെ ഒരു റിലേഷൻ നമുക്ക് കിട്ടിയില്ല. N is equal to V minus IARA by K2, അല്ലെ? അപ്പൊ ആ ഇക്വേഷൻ നമ്മുടെ അടുത്തുണ്ട്. N is equal to V minus IARA into K2. ഇവിടെ V minus IARA എന്ന് പറയുന്നത് ബാക്ക് EMF ആണ്, അല്ലെ? V minus IARA എന്ന് പറയുന്നത് ബാക്ക് EMF. അത് നമ്മൾ ഓൾറെഡി മോട്ടറിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയ സംഭവമാണ്. ഇവിടെ ഉണ്ടല്ലോ. സോ ആ കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ വെൻ ടോർക്ക് ഇൻക്രീസസ്, നമുക്ക് ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുന്നത്? N-ഉം TA-യും, സ്പീഡും ടോർക്കും തമ്മിൽ, ആർമേച്ചർ ടോർക്കും തമ്മിലുള്ള ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത്. സോ വെൻ T ഇൻക്രീസസ്, അതായത് ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I അല്ലേ? അപ്പൊ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യില്ലേ? ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേമിന്റെ ഇവിടെ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? IA into RA എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടേം ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ന്യൂമറേറ്റർ കുറഞ്ഞു പോകും. ന്യൂമറേറ്റർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഡിക്രീസ് ചെയ്യും, അല്ലെ? സോ വി ക്യാൻ സേ ദാറ്റ് ടോർക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ
സ്പീഡ് ഡിക്രീസ് ചെയ്യും അല്ലെ. ഇവിടെ ടോർക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്ത്, ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യും. സോ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ചെയ്യും. ചെറിയൊരു അതുകൊണ്ട് ചെറിയൊരു സ്ലോപ്പ് പോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഡിക്രീസ് ബിക്കം ഇനി also any speed increase ചെയ്യുമ്പോൾ when speed increases then armature current decreases to minimum but doesn't become zero. അതായത് നമ്മുടെ ഈ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മോട്ടോർ നമ്മളെ ആർമേച്ചറിലേക്ക് ഒരു കറന്റ് കൊടുക്കുന്നു. ആർമേച്ചർ is placed in the magnetic field. ആ സമയത്ത് ആർമേച്ചറിലേക്ക് ഒരു കറന്റ് കൊടുക്കുന്നു. ആർമേച്ചറിലേക്ക് കറന്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഫ്ലക്സ് കട്ട് ചെയ്യുന്നു. ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, ബാക്ക് EMF ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു. സോ പിന്നെ അപ്പൊ ഈ ആർമേച്ചർ അല്ലെങ്കിൽ ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആർമേച്ചർ കറന്റ് വളരെ കൂടുതലായിരിക്കും സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ. ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർമേച്ചർ കറന്റ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, അവിടെ ബാക്ക് EMF ഇല്ല. ഇപ്പൊ സ്റ്റാർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആർമേച്ചർ കറന്റ് വളരെ കൂടുതലായിരിക്കും. ഇനി അതൊരു സ്റ്റേബിൾ സ്പീഡിൽ എത്തിക്കഴിയുമ്പോൾ ആ സമയത്ത് അങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് റൊട്ടേഷൻ എഫക്ട് ഇൻക്രീസ് ചെയ്ത് നല്ല സ്പീഡിൽ എത്തുമ്പോൾ ആ സമയത്ത് ബാക്ക് EMF അത്യാവശ്യം ഡെവലപ്ഡ് ആയിരിക്കും. ബാക്ക് EMF അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രോ ചെയ്യുന്ന സപ്ലൈ ഡ്രോ ചെയ്യുന്ന ആർമേച്ചർ കറന്റ് ചെറിയ കറന്റ് ആയിരിക്കും. അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. വെൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്ക് EMF അത്യാവശ്യം ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ബാക്ക് EMF അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ആർമേച്ചർ കറന്റ് ഡ്രോ ചെയ്യുന്ന ആർമേച്ചർ കറന്റ് കുറവായിരിക്കും. സോ ദെൻ IA decreases to minimum. സോ തുടക്കത്തിൽ ആർമേച്ചർ കറന്റ് വളരെ കൂടുതലായിരുന്നു, കാരണം ബാക്ക് EMF ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് കറങ്ങി സ്പീഡിൽ എത്തുമ്പോൾ എന്താ, പിന്നീട് അത് റൊട്ടേറ്റ് ചെയ്ത് സ്പീഡിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കും? ഡ്രോ ചെയ്യുന്ന ആർമേച്ചർ കറന്റ് കുറവായിരിക്കും, പക്ഷെ അത് സീറോ ആയി മാറില്ല. ഓക്കെ, ആർമേച്ചർ കറന്റ് ഒരിക്കലും സീറോ ആവില്ല, കാരണം എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തു. So to minimum but doesn't become zero. So torque decreases. So characteristic line does not follow speed axis. Okay, അതാണ് പറഞ്ഞത്. അതായത് സ്പീഡ് ആക്സിസിന്റെ മുകളിലേക്ക് ഫോളോ ചെയ്യുന്നില്ല, കാരണം ഒരിക്കലും ടോർക്ക് സീറോ ആവത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇവിടെ ഇതിന്റെ മുകളിലേക്ക് ഫോളോ ചെയ്യത്തില്ല, കാരണം ഇതിന്റെ മുകളിലേക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യം മീനിങ് എന്താ, ടോർക്ക് സീറോ ആയി പോകും. ടോർക്ക് സീറോ ആയി പോകുന്ന പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ആർമേച്ചർ കറന്റ് സീറോ ആയി പോകും. അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC സീരീസ് മോട്ടോർ. ഓക്കെ, സീരീസ് മോട്ടോർ നമ്മൾ കണ്ട അതിന്റെ ഡയഗ്രാം പ്രകാരമാണ്. ഒരു സീരീസ് ഫീൽഡ് ആർമേച്ചറായിട്ട് സീരീസിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം സെയിം ആർമേച്ചർ കറന്റ് ആയിരിക്കും ആർമേച്ചറിന്റെ ഉള്ളിൽ കൂടെയും സീരീസ് വൈൻഡിങ്ങിന്റെ ഉള്ളിൽ കൂടെയും രണ്ടെണ്ണത്തിനും ഉള്ളിലൂടെ പോകുന്നത് സെയിം ആർമേച്ചർ കറന്റ് ആയിരിക്കും. സോ അതിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് നോക്കാം. അപ്പോ ആർമേച്ചർ കറന്റ് ആൻഡ് ഫീൽഡ് കറന്റ് ആർ സെയിം, അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആർമേച്ചറിനുള്ളിൽ കൂടെ പോകുന്ന കറന്റും ഫീൽഡിനുള്ളിൽ കൂടെ പോകുന്ന കറന്റും സെയിം കറന്റ് ആണ്. അതുകൊണ്ട് IA. സോ നമുക്കറിയാം phi ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA ആയിരിക്കും. ഓക്കെ, ഫ്ലക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA ആയിരിക്കും. അതെന്താ ഫ്ലക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA? നമുക്കറിയില്ലേ, നമ്മളൊരു ആർമേച്ചറിന്റെ അകത്തേക്ക് കറന്റ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ആർമേച്ചർ it will be acting like a current carrying conductor placed in a magnetic field. അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് അതിനകത്ത് നമ്മൾ ആർമേച്ചർ കറന്റ് ക്യാരിങ് കണ്ടക്ടർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞ BIL F is equal to BIL sin theta എന്ന് പറഞ്ഞ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത്. അത് മൂവ് ചെയ്യുമ്പോഴാണ് ഫ്ലക്സ് കട്ട് ചെയ്യുന്നത് അല്ലെ. സോ നിങ്ങളുടെ ആർമേച്ചർ കറന്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത് ഒന്നും കൂടി സ്പീഡിൽ കറങ്ങാൻ വേണ്ടി ശ്രമിക്കും. അതിനനുസരിച്ച് നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് അത് കട്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും അല്ലെ. അല്ലാതെ അത് നോർത്ത് പോളിൽ സൗത്ത് പോളിലേക്ക് പോകുന്ന ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുമോ? ഇല്ല. സ്റ്റേബിൾ ആയി നിൽക്കാതെ കട്ട് ചെയ്യത്തില്ല. അത് കറങ്ങുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താ? ആർമേച്ചർ കറന്റ് നമ്മൾ കൊടുക്കുന്നത് കാണിച്ചാലേ അല്ലെ. മോട്ടറിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആർമേച്ചർ കറന്റ് കൊടുക്കല്ലേ ചെയ്യുന്നത്, അല്ലെ സപ്ലൈ ടെർമിനൽ വോൾട്ടേജ് കൊടുക്കുന്നത് കാണിച്ചാൽ ആർമേച്ചർ കറന്റ് ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. സോ
നമുക്ക് പറയാം ഫ്ലക്സ് കട്ട് ചെയ്യുന്നത് കൂടും ഇതിനനുസരിച്ച് ആർമേച്ചർ കണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്. ഓക്കെ, സോ ഒരു ഡി സി മോട്ടറിന് ഒരു സീരീസ് ഡി സി മോട്ടർ ആണെങ്കിൽ ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ ആണ്. ഓക്കെ, ഡി സി മോട്ടറിന്റെ ഡി സി സീരീസ് മോട്ടർ ആണെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഐ എ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, മറ്റേ ഷണ്ട് മോട്ടറിന്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ ആണ് നമ്മൾ പറഞ്ഞത്. ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ. ഓക്കെ, സീരീസ് മോട്ടറിന്റെ കേസിൽ വരുമ്പോൾ ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരു നമുക്കറിയാം y ഇസിക്കൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെയാ? ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഗ്രാഫ് ആണ് y ഇസിക്കൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു, നമ്മളെ മാത്സിലുള്ളതാണ്. എനിവേ ടി ഈസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു പരാബോള പോലെ ആയിരിക്കും അതിന്റെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് ടോർക്കും ആർമേച്ചർ കറന്റും തമ്മിൽ റിലേഷൻ. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്നാണ് ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ കറണ്ട് ഐ എ ഈക്വൽ ടു 0 ആവുമ്പോൾ എന്ത് സംഭവിക്കും? ടോർക്ക് 0 ആയിരിക്കും. ഓക്കെ, സിമിലർലി when ഐ എ സ്മോൾ, ടോർക്ക് സ്മോൾ ആയിരിക്കും. Now since t directly proportional, the curve will be parabola. Okay, ഐ എ ഇപ്പൊ ഈ പരാബോള നിങ്ങൾക്ക് കാണാം, ഐ എ 0 ആവുമ്പോൾ ടോർക്ക് 0 ആവും. ഐ എ ചെറുതായിട്ട് ഐ എ ചെറിയ വാല്യൂ ആകുമ്പോൾ ടോർക്കും ചെറിയ വാല്യൂ ആവും. ചെറിയ വാല്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ ഐയുടെ വാല്യൂ. ഇപ്പോൾ സപ്പോസ് ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ കർവിന്റെ മുകളിൽ പോയിന്റ് വാല്യൂ വരുന്ന എത്രയേ ഉള്ളൂ, ചെറിയ വാല്യൂ ആണ്. So directly proportional to I square. Even though torque is directly proportional to I square, but it is valid valid till the point of magnetic saturation only. അതായത് ഇത് നമ്മൾ വിചാരിക്കുന്ന ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആകുമ്പോൾ എത്രത്തോളം ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുന്ന അതിനനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്തങ്ങ് പോകും എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇൻക്രീസ് ചെയ്യും, ഈ റിലേഷൻ ഒബേ ചെയ്തുകൊണ്ട് അത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ നടക്കും. ഓക്കെ, മാഗ്നറ്റിക് സാച്ചുറേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർമേച്ചർ കറന്റ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടും കാര്യമില്ല, അത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും. ഇവിടെ ഒരു കർവിക്കൽ ഗ്രാഫാണ്, ഒരു പരാബോളിക് ഗ്രാഫാണ്. പക്ഷെ പിന്നീട് നിങ്ങൾ ഐ എ സ്ക്വയർ വീണ്ടും ഈ ഒരു പോയിന്റിന്റെ അബോ നിങ്ങൾ ഐ എ സ്ക്വയർ വീണ്ടും ഇൻക്രീസ് ചെയ്യണം. അവിടെ ഒരു സ്ക്വയർ റിലേഷൻ ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നത്, അവിടെ ഒരു ലീനിയർ റിലേഷൻ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും പോവുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഫോർ എനി ഇൻക്രീസ് ഇൻ ആർമേച്ചർ കറന്റ് ടോർക്ക് ഇൻക്രീസസ് ലീനിയർലി. അതായത് ടോർക്ക് ഐ എനോട് പ്രപ്പോർഷണൽ എന്ന രീതിയിലായിരിക്കും പോകുന്നത്, അല്ലാതെ ഐ എ സ്ക്വയറിനോട് പ്രപ്പോർഷണൽ എന്ന രീതിയിലായിരിക്കില്ല പോകുന്നത്. എവിടെ നിന്നോട്ട് ഈ ഒരു പോയിന്റ്, ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ സംഭവിക്കും. അതിനുശേഷം പിന്നെ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന രീതിയിലേക്ക് അത് പോകുന്നത്. ഇവിടെ നമുക്ക് പറയാം ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആർമേച്ചർ ടോർക്ക് മൈനസ് റൊട്ടേഷണൽ ലോസസ്. നമുക്കറിയാം ആർമേച്ചറിലായിരിക്കും ശരിക്കും ടോർക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അത് പിന്നെ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ലോസുകൾ സംഭവിക്കും. അപ്പൊ ആർമേച്ചർ ടോർക്ക് എത്രയോ അതിനകത്ത് ആ ലോസ് കുറച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റ് ടോർക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോർക്ക് ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, അത് ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ആ കറസ്പോണ്ടിങ് ലോസുകളെയാണ്. അതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്. ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സി ആണ്. ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇ ബി ഇസിക്കൽ ടു വി മൈനസ് ഐ എ ആർ എ എന്നാണ്. നമ്മുടെ സ്പീഡ് ഇക്വേഷന്റെ കേസിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ? വി ഇസിക്കൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ. ഇത് ഷണ്ട് മോട്ടറിന് അപ്ലിക്കബിൾ ആണ്, പക്ഷെ സീരീസ് മോട്ടറിന് അവിടെ ഒരു റെസിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് മാത്രം പോരാ, നമുക്ക് അറിയാം സീരീസ് മോട്ടറിന്റെ കേസിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് മാത്രം പോരാ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ആ റെസിസ്റ്റൻസിന്റെ കേസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് സീരീസ് മോട്ടറിൽ. അതുകൊണ്ടാണ് നമ്മുടെ ആർ എ പ്ലസ് ആർ എസ് സി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സീരീസ് റെസിസ്റ്റൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം, കാരണം രണ്ടിടത്തും കൂടി ആർമേച്ചർ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇ ബി ഇസ് വി മൈനസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സി ആയി പോകും. അപ്പൊ അതേപോലെ ബാക്ക് ഇഎംഎഫിന്റെ ഇക്വേഷൻ സെയിം തന്നെ, 5Zn പി ഇൻറ്റു പി ബൈ 60A ആ സംഭവം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ടേമിന് ഇത്രയും ടേമിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു.
നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് പോൾസ് കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് പാരലൽ പാത്സ് കോൺസ്റ്റന്റ് അല്ലെ. ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ്, മോട്ടോർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന, അത് പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ആകെ ബാക്ക് ഇഎംഎഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലക്സും സ്പീഡിന്റെ മുകളിലാണ്. സോ ഇത്രയും സാധനത്തിനെ കെ എ വെച്ചിട്ട് ഒരു കോൺസ്റ്റന്റ് കെ എ വെച്ചിട്ട് എഴുതി, ബാക്കി ഫൈ എൻ അതേപോലെ നമ്മൾ താഴെ എഴുതി. ഇനി ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ നോക്കാം. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ നമുക്ക് പറയാം n is equal to EB by K A into phi അല്ലെ. നമുക്ക് ഈ EB, അതായത് n is equal to ഈ കെ എ ഇൻറ്റു ഫൈ, ഇത്രയും സാധനത്തിന് നമുക്ക് ഇ ബിന്റെ അടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? n is equal to EB by കെ എ ഇൻറ്റു ഫൈ. അവിടെ ഇ ബിനെ നിങ്ങൾ ഈ ടേം വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ അതെന്തായി മാറും? വി ബൈ കെ എ ഇൻറ്റു ഫൈ ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ സി ഡിവൈഡഡ് ബൈ കെ എ ഇൻറ്റു ഫൈ ആയി മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സീരീസ് മോട്ടറിന് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് നമുക്കറിയാലോ ഓൾറെഡി. ആർമേച്ചറിന്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു കറന്റ് പാസ് ചെയ്യുന്നു, ആർമേച്ചർ കറന്റ് പാസ് ചെയ്യുന്നു. അപ്പോഴായിരിക്കും അത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, അപ്പോഴായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഫ്ലക്സ് കട്ട് ചെയ്യുന്നത്. സോ ആർമേച്ചർ കറന്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു, ഫ്ലക്സ് കട്ടിങ് അത്രത്തോളം കൂടുതലായിക്കൊണ്ടിരിക്കും. സോ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അൺടിൽ സാച്ചുറേഷൻ ഓക്കേഴ്സ്. സോ നമുക്കിവിടെ എന്താ പറയാ, ഈ ഫൈനെ മാറ്റിയിട്ട് എന്ത് ചെയ്താം? ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലേ. ഫൈ ഈസ് ഇക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്ന് എഴുതാൻ പറ്റൂലേ അല്ലെ. ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലേ. അപ്പൊ എന്നാ നമുക്ക് എന്ത് ചെയ്താം? ഫൈ ഈസ് ഇക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഫൈനെ മാറ്റുക, ഇവിടെയും ഫൈനെ മാറ്റുക, ഇവിടെയും നമ്മൾ ഫൈനെ മാറ്റി കൊടുക്കുക. സോ വി ബൈ ഒരു കോൺസ്റ്റന്റ് കെ ബി എന്നാ വിളിക്കുന്നത്, ഓക്കെ, കെ ബി ഇൻറ്റു ഐ ആയി മാറും. ഇവിടെയും താഴെ ഉണ്ടാവും ഫൈന്റെ പകരം ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ ആവും. ആ താഴത്തെ ഐയും മുകളിലത്തെ ഐയും കട്ടാവും. അപ്പൊ ഒരു കോൺസ്റ്റന്റ് മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് അപ്പൊ ചോദിക്കാം, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അതെവിടെ പോയി? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു വേറൊരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ മൊത്തത്തിൽ ഒരു കോൺസ്റ്റന്റ് കെ ബി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഫൈ ഈസ് ഇക്വൽ ടു കെ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്നല്ലേ എഴുതുന്നത്. ആ കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ കോൺസ്റ്റന്റ് ഇൻറ്റു കെ എന്ന് പറഞ്ഞ വേറൊരു കോൺസ്റ്റന്റ് വരും. അതിന് മൊത്തത്തിൽ നമ്മൾ കെ ബി റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. സോ n is equal to v by kb into ia minus ra plus rc divided by kb. അപ്പൊ ഈ ടേം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. Ra എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ്, അതൊരു കോൺസ്റ്റന്റ്. ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയി. RC എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആ കോൺസ്റ്റന്റ്. കെ ബി എന്ന് പറയുന്നത് വീണ്ടും ഒരു കോൺസ്റ്റന്റ്. സോ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ടേമിലുള്ള വി ബൈ കെ ബി ഇൻറ്റു ഐ എ അല്ലെ. സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വി ബൈ കെ ബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സിന് മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, അതിന് തൽക്കാലം മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് പറയാം സ്പീഡും ഇവിടെ എന്താ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, സ്പീഡും ആർമേച്ചർ കറന്റും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പൊ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ് അല്ലെ. ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്. സോ അത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ്, സ്പീഡ് ഇങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ആർമേച്ചർ കറന്റ് ആ ഗ്രാഫ്. ഓക്കെ, ആർമേച്ചർ കറന്റ് കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറഞ്ഞു വരും. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് ആർമേച്ചർ കറന്റ് നേരെ പോകും. സോ ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിന്റെ ഗ്രാഫ് ഡിപ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ സാച്ചുറേഷൻ ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ. നമുക്കറിയാം ആർമേച്ചർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ജനറേറ്ററിന്റെ എല്ലാം ലാസ്റ്റ് ആർമേച്ചറിന് റിയാക്ഷൻ ഉണ്ട്, അതേപോലെ സാച്ചുറേഷൻ എഫക്റ്റും സംഭവിക്കാറുണ്ട്. ഈ രണ്ട് എഫക്റ്റുകളും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രാഫ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോകാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, അതാണ് 1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും കൺസിഡർ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ കുറഞ്ഞ് അവസാനം സീറോയിലേക്ക് ലാൻഡ് ചെയ്യും. സീറോയിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കാണിക്കുന്നത്. സോ അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ള ആർമേച്ചർ കറന്റ് ഒരിക്കലും അല്ല, ഡി സി സീരീസ് മോട്ടറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരിക്കലും എന്താ പറയാ നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ലോഡൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ് അത് റിക്വയർ ചെയ്യും. മൊത്തം വളരെ ഹൈ ആർമേച്ചർ കറന്റ് അതിനകത്തേക്ക് റഷ് ചെയ്തിട്ട് അത് ഡാമേജ് ആയി പോകും. ഡി സി സീരീസ് മോട്ടർ ഷുഡ് നെവർ ബി സ്റ്റാർട്ടഡ് ഇൻ നോ ലോഡ് കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല. അടുത്ത മൂന്നാമത്തെ എന്താണ്, സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്.
DC മോട്ടറിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർമേച്ചർ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ് DC സീരീസ് മോട്ടറിന്റെ കേസിൽ. ഓക്കെ, സോ TA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, IA is equal to സ്ക്വയർ റൂട്ട് ഓഫ് TA എന്ന് എഴുതാം അല്ലെ. നമുക്ക് എന്തൊക്കെ തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നത്, ടോർക്കും അല്ല സ്പീഡും ടോർക്കും തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഓൾറെഡി നമ്മൾ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ത് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ആകെ ഈ ടേമിന്റെ മുകളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. n is equal to v by kb into I എന്ന് മാത്രം എഴുതിയാലും മതി ഈ കേസിൽ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, n is equal to v by kb into I. ഓക്കെ, നൗ ഇവിടെ IA ഈക്വൽ ടു എന്ന് നിങ്ങൾക്ക് ടേം കിട്ടിയിരിക്കുന്നല്ലോ, റൂട്ട് ഓഫ് TA. അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി, n is equal to v by kb into root TA. ഇത് എന്തിനങ്ങനെ എഴുതിയിരിക്കുന്നത്, നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ തമ്മിലാണ്, സ്പീഡും ടോർക്കും തമ്മിലാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ സ്പീഡും ടോർക്കും തമ്മിൽ റിലേഷൻ കിട്ടണം. ഓക്കെ, ഇത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്വയർ ചെയ്യും. ഈ സ്ക്വയർ റൂട്ട് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ചെയ്യുന്നത് രണ്ട് ഭാഗത്തും. n സ്ക്വയർ എഴുതി, v സ്ക്വയർ എഴുതി, kb സ്ക്വയർ എഴുതി, TA ആയി. ഇപ്പൊ സ്ക്വയർ റൂട്ട് കളഞ്ഞു പോയാൽ ഇനി നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി മാറ്റി എഴുതുക. TA is equal to TA പുറത്തേക്ക് കൊണ്ടുവന്ന് n സ്ക്വയർ അടിയിലേക്ക് കൊണ്ടുവന്നു. TA is equal to v സ്ക്വയർ divided by kn സ്ക്വയർ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ നോക്കുക, എന്നും ടിയും തമ്മിലെ ഗ്രാഫാണ്. അതിനൊരു ഇക്വേഷൻ കിട്ടി. ഇത് സ്ക്വയർ റിലേഷൻ ആണ്. TA is equal to ബാക്കിയൊക്കെ വിട്ടേക്ക്, വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് നോക്കേണ്ട കാര്യമില്ല. K ഒരു കോൺസ്റ്റന്റ് ആണ്, വിയും അപ്പൊ ടിയും n സ്ക്വയർ നോക്കുക. TA ഈക്വൽ ടു n സ്ക്വയർ എന്നാണ്, ഒരു സ്ക്വയർ റിലേഷൻ ആണ്. അഗെയിൻ നേരത്തെ പോലെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഗ്രാഫ്. ഓക്കെ, ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ അഗെയിൻ 1 എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ സാച്ചുറേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റ് ആണ്. 2 എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാത്തപ്പോൾ ഉള്ള എഫക്റ്റ്. ഓക്കെ, സോ ആർമേച്ചർ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC കോമ്പൗണ്ട് മോട്ടർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ആവാം, ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ആവാം. ഈ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ തന്നെ ക്യുമുലേറ്റീവ്ലി കപ്പിൾഡ് ആവാം, ഡിഫറൻഷ്യലി കപ്പിൾഡ് ആവാം. ക്യുമുലേറ്റീവ് കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ ഈ സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സും ഷണ്ട് ഫീൽഡിന്റെ ഫ്ലക്സും രണ്ടും ആഡ് ചെയ്തു പോകും. അതിപ്പോ എവിടെയാണെങ്കിലും ആഡ് ചെയ്തു പോകും. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസ് ആയിരിക്കും ചെയ്യുന്നത്. സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സും ഷണ്ട് ഫീൽഡിന്റെ ഫ്ലക്സും തമ്മിൽ ഓപ്പോസ് ആയിരിക്കും നടത്തുക. സോ ഏത് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ആയാലും ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ആയാലും ഏതായാലും അത് 2 ടൈപ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ക്യുമുലേറ്റീവ്ലി കപ്പിൾഡ് ഓർ ഡിഫറൻഷ്യലി കപ്പിൾഡ്. ഇത് കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് നോക്കാം. ഒരു DC കോമ്പൗണ്ട് മോട്ടറിന് വിത്ത് റെസ്പെക്ട് ടു K എന്ന് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ച ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുമ്പ് പഠിച്ചത് അല്ലെ. DC ഷണ്ട് മോട്ടറിന് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. DC സീരീസ് മോട്ടർ നമ്മൾ പഠിച്ചത് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് വന്നിട്ട്. അപ്പൊ ഇവിടെ കോമ്പൗണ്ട് മോട്ടറിന്റെ കേസിൽ ടോർക്ക് എന്ന് പറയുന്നത് K ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഷണ്ട് ഫീൽഡിന്റെ ഫ്ലക്സ് പ്ലസ് സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സ് ഇൻറ്റു IA ആണ് അതിന്റെ ഒരു ബേസിക് ഇക്വേഷൻ. അപ്പോ IA ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത, IA ഇൻക്രീസ് ചെയ്യുമ്പോൾ സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, T ഇൻക്രീസ് ആവും. ഓക്കെ, സോ എപ്പോഴാണോ ഇപ്പൊ ഈ ഷണ്ട് ഫീൽഡും എന്താ പറയാ, ഷണ്ട് ഫീൽഡിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്, സീരീസ് ഫീൽഡിനും സ്ട്രെങ്ത് ഉണ്ട്. എപ്പോഴാണോ ഷണ്ട് ഫീൽഡിന്റെ സ്ട്രെങ്ത് സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്തിനെക്കാൾ കൂടുതലാവുന്നത്, അപ്പൊ അത് ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ DC ഷണ്ട് മോട്ടറിനെ പോലെ ആക്ട് ചെയ്യും. DC ഷണ്ട് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് പോലെ ആക്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് കാണാം, ഇപ്പൊ സപ്പോസ് ഷണ്ട് ഫീൽഡിന്റെ സ്ട്രെങ്ത് സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്തിനെക്കാൾ കൂടുതലാണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഈ ക്യാര നോക്കുക, ടോർക്ക് വേഴ്സസ് IA. ഈ ടോർക്ക് വേഴ്സസ് IAന്റെ ക്യാര നോക്കുക. ഓക്കെ, ആ പോകുന്നത് എങ്ങനെയാ, ഇതിൽ കൂടെ ഇങ്ങനെ ഈ ഗ്രാഫാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഗ്രാഫ് ആയിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ ഗ്രാഫ് നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ, ടോർക്ക് വേഴ്സസ് IA ഈ ഗ്രാഫ് നിങ്ങളൊന്നും കൂടി DC ഷണ്ട് മോട്ടറിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുക.
ഇപ്പോൾ ഡി സി ഷണ്ട് മോട്ടറിന്റെ ഗ്രാഫ് ടോർക്ക് വേഴ്സസ് ഐ എ എടുത്ത് നോക്കി. ഡി സി ഇത് സീരീസ് മോട്ടറാണ്, ടോർക്ക് വേഴ്സസ് ഐ എ ഇത് കണ്ടോ, ടോർക്ക് വേഴ്സസ് ഐ എന്റെ ഗ്രാഫ് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു കേവ് പോലെയാണ് പോകുന്നത് അല്ലെ, കുറെ കഴിയുമ്പോൾ സാച്ചുറേഷൻ ആവും, ഇങ്ങനെ ഒരു കേവ് പോലെയാണ് പോകുന്നത് ടോർക്ക് വേഴ്സസ് ഐ. ഇത് എന്തിൻ്റെതാ, ഷണ്ട് ഡി സി ഷണ്ട് മോട്ടറിന്റെ ഗ്രാഫാണ്. അത് തന്നെയാണ് കോമ്പൗണ്ട് മോട്ടറിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അത് എപ്പോഴാ, ഷണ്ട് ഫീൽഡിന്റെ സ്ട്രെങ്ത് സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്തേക്കാൾ കൂടുതലാവുമ്പോൾ. നേരെ തിരിച്ചാണെങ്കിലോ, സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഷണ്ട് ഫീൽഡിന്റെ സ്ട്രെങ്തേക്കാൾ കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഈ ഗ്രാഫ് നിങ്ങൾക്ക് കണ്ടിട്ട് പരിചയമുണ്ട്. അത് ഏതിന്റെ ഗ്രാഫാ, സീരീസ് മോട്ടറിന്റെ ഗ്രാഫാണ്. ഡി സി സീരീസ് മോട്ടറിന്റെ ടോർക്ക് വേഴ്സസ് ഐ എ ഈ ഗ്രാഫാണ്, ടോർക്ക് വേഴ്സസ് ഐ എന്റെ ഗ്രാഫാണ്. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ടോർക്ക് വേഴ്സസ് ഐ എന്റെ ഗ്രാഫാണ്. ഇതിന്റെ നടുവിൽ വരുന്ന എല്ലാം തന്നെ കോമ്പൗണ്ട് ക്യാരക്ടറിസ്റ്റിക് ആണെന്നാണ് പറയാം. അതായത് ഷണ്ടും, അതായത് ഷണ്ട് മോട്ടറിന്റെ ഡി സി ഷണ്ട് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല, സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല, ഓൾമോസ്റ്റ് ഒരു നടുവിലൊക്കെ വരുന്നത് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം കോമ്പൗണ്ട് ക്യാരക്ടറിസ്റ്റിക്. ഇനി ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോഴ്സിൽ എന്ത് സംഭവിക്കും, സീരീസ് ഫീൽഡ് ഓപ്പോസിറ്റ് ഷണ്ട് ഫീൽഡ്, സോ നെറ്റ് ഫ്ലക്സ് ഡിക്രീസ്. രണ്ട് ഫീൽഡും ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഒന്നൊന്നിന് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്താ, മൊത്തത്തിലുള്ള ഫ്ലക്സ് എന്താ, കുറഞ്ഞു പോകും. ഡിക്രീസസ് ആസ് ലോഡ് അപ്ലൈ, അതായത് മോട്ടറിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് മൊത്തത്തിലുള്ള ഫ്ലക്സും കുറഞ്ഞു പോകും. അത് അങ്ങനെ കോമൺലി ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോഴ്സിൽ, അതായത് ഒന്നിന്റെ ഫ്ലക്സ് മറ്റൊന്ന് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോ ലോങ് ഷണ്ട് ആയാലും ഷോർട്ട് ഷണ്ട് ആയാലും മൊത്തം ഫ്ലക്സ് കുറഞ്ഞു. അപ്പൊ അത് കോമൺലി നടക്കുന്ന കാര്യം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, when net flux decreases, എന്താ സംഭവിക്കുന്നത്, when net flux decreases then it causes decrease in rate at which motor torque increases with load. അപ്പൊ അത് ലോഡ് കൂടുന്നതനുസരിച്ച് ടോർക്ക് കൂടുന്ന ഒരു ടെൻഡൻസി ഇല്ലേ, അതിനെ വളരെയധികം എഫക്ട് ചെയ്ത് കളയും. ഏത് മൊത്തത്തിൽ നെറ്റ് ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ ആണെങ്കിൽ സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സും ഷണ്ട് ഫീൽഡിന്റെ ഫ്ലക്സും ഒന്നൊന്നിനെ ഒപ്പോസ് ചെയ്യും. ഒന്നൊന്നിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ മൊത്തത്തിലുള്ള ഫ്ലക്സ് എന്താ, കുറഞ്ഞു പോകും. ഓക്കെ, സോ ലോഡിനനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി മൊത്തം എഫക്റ്റഡ് ആണ്. രണ്ടാമത്തെ, ഫ്ലക്സ് വീക്ക് ആയി പോയി കഴിഞ്ഞാൽ ഇൻക്രീസ് സ്പീഡ് എഫക്റ്റഡ് ആയിപ്പോകും, സ്പീഡ് അൺസ്റ്റേബിൾ ആയിപ്പോകും. ഓക്കെ, മൊത്തത്തിലുള്ള ഫ്ലക്സ് നെറ്റ് ഫ്ലക്സ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്പീഡ് അൺസ്റ്റേബിൾ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോഴ്സ് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അതിന്റെ സ്റ്റേബിൾ ഫ്ലക്സ് കുറയും എല്ലാം, അതിന്റെ സ്പീഡ് എല്ലാം ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. നമുക്കറിയാം ഇ ബി ഇസിക്കൽ ടു വി, സീരീസ് മോട്ടറിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിരുന്നു, ഇ ബി ഇസിക്കൽ ടു വി മൈനസ് ഐ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ്. സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ എൻ ഇസിക്കൽ ടു ഇ ബി ബൈ കെ വൺ ഇൻറ്റു ഫൈ എസ് എച്ച് ബൈ ഫൈ എസ് സി. നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണ് കണ്ടത്, സ്റ്റാർട്ടിങ് ഇവിടെ ടോർക്കിന്റെ കേസിൽ നിങ്ങൾക്ക് മുമ്പ് കണ്ട രണ്ട് ഫ്ലക്സിന്റെ എഫക്റ്റും വരുന്നുണ്ട്. കാരണം സീരീസ് ഫീൽഡ് ഉണ്ട്, ഷണ്ട് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പീഡിന്റെ ഇക്വേഷനിലും കെ ബി ബൈ എൻ ഇസിക്കൽ ടു ഇ ബി ബൈ കെ ഇൻറ്റു ഫൈ എന്നുള്ള സ്ഥലത്ത് ഫൈന്റെ പകരം ആരൊക്കെ വരും, സീരീസ് ഫീൽഡിന്റെ ഫൈയും വരും, ഷണ്ട് ഫീൽഡിന്റെ ഫൈയും വരും. അതേപോലെ ഇ ബി ഇക്വേഷൻ എന്താണ്, ഇ ബി ഇസിക്കൽ ടു ബി മൈനസ് ഐ എ ഇൻറ്റു ആർ എന്നായിരുന്നു. സീരീസ് ഫീൽഡും കൂടി വരുന്നത് കാണിച്ചാൽ അവിടെ സീരീസ് റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇ ബിന്റെ പകരം ബി മൈനസ് ഐ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സി അതെടുത്തിട്ട് ഇവിടെ ഇ ബിന്റെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്തായി മാറും, എൻ ഇസിക്കൽ ടു ബി മൈനസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സി ഡിവൈഡഡ് ബൈ കെ വൺ ഇൻറ്റു ഫൈ എസ് എച്ച് പ്ലസ് ഫൈ എസ് സി ആയി മാറും ഈ ഇക്വേഷൻ. ഓക്കെ, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതുന്നത്, എന്താ നമുക്ക് വരയ്ക്കേണ്ടത് എന്താ, എന്നും വേഴ്സസ് ഐ എ ആണ്. അപ്പൊ എന്നും ഐ എയും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണം. ഓക്കെ, ഇവിടെ ഐ എ ഉണ്ട് ഇക്വേഷനിൽ അല്ലെ, ഈ ഇക്വേഷനിൽ ഐ എ ഉണ്ട് പക്ഷെ എൻ ഇല്ല, ഈ ഇക്വേഷനിൽ എൻ ഉണ്ട് പക്ഷെ ഐ എ ഇല്ല. അതുകൊണ്ട് രണ്ട് ഇക്വേഷൻ കൂടി ഉപയോഗിച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു, അതിനകത്ത് എന്നും ഉണ്ട് ഐ എ ഉണ്ട്. ഓക്കെ, ഇനി ഐ എ ഇൻക്രീസ് ചെയ്യാൻ വിചാരിച്ചു. വെൻ ഐ എ ഇൻക്രീസസ്, ഐ എ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നിങ്ങൾക്ക് കാണാം, when I increases phi SC also increases. അതെങ്ങനെയാ phi SC increase ചെയ്യുന്നത്, ഐ എ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് സീരീസ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും അല്ലെ.
ഫ്ലക്സ് ബേസിക്കലി ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുന്ന ബേസിക്കലി ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, ആർമേച്ചർ കറന്റ് പോകുമ്പോഴല്ലേ നമ്മളെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ ഫ്ലക്സ് കട്ടാവുന്നത് അല്ലെ. അപ്പൊ ഐ ഇൻക്രീസ് ചെയ്യുമ്പോൾ സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം, ഐ ഇൻക്രീസ് ചെയ്താൽ നെഗറ്റീവ് ടേമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ന്യൂമറേറ്റർ ഡിക്രീസ് ചെയ്യുന്നത് മൊത്തത്തിൽ. ഇ മൈനസ് ഐ ഇൻറ്റു ആർ എ പ്ലസ് ആർ എച്ച് സിയിൽ ഐ ഇൻക്രീസ് ചെയ്ത് ന്യൂമറേറ്റർ കുറഞ്ഞു പോകുന്നത്. ഇവിടെ ഡിനോമിനേറ്ററിൽ 5s ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഡിനോമിനേറ്റർ കൂടുകയും ചെയ്യുന്നു. ഡിനോമിനേറ്റർ സോ ന്യൂമറേറ്റർ കുറയുകയും ഡിനോമിനേറ്റർ കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ എഫക്ട് എന്താ, n വളരെ കുറഞ്ഞു പോകും അല്ലെ. വെറും ഇപ്പൊ ഐ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും ന്യൂമറേറ്റർ മാത്രം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ n ഡിക്രീസ് ആവും. അതേപോലെ തന്നെ ഇപ്പൊ 5s മാത്രം ഇൻക്രീസ് ആയി വെച്ചോ, ഡിനോമിനേറ്റർ മൊത്തത്തിൽ ഇൻക്രീസ് ആവും, അപ്പോഴും n ഡിക്രീസ് ആയി പോകും. ഈ രണ്ടെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ n ഒരുപാട് ഡിക്രീസ് ആയി പോകും അല്ലെ. n പെട്ടെന്ന് ഡിക്രീസ് ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. റേറ്റ് അറ്റ് വിച്ച് ഡിക്രീസ്, അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് റേറ്റ് അറ്റ് വിച്ച് ഡിക്രീസ് happens is far more than DC shunt motor. DC shunt മോട്ടറിന് ഏതെങ്കിലും ഒരു എഫക്ട്, ആർമേച്ചർ കറന്റ് കുറയുന്ന എഫക്ട് ഉണ്ടാവും, അത് കാലത്താലും സ്പീഡ് കുറഞ്ഞു പോയിരിക്കും. പക്ഷെ ഇവിടെ ആർമേച്ചർ കറന്റ് കാലത്താലും സ്പീഡ് കുറയുന്നുണ്ട്, 5s കൂടുന്നത് കാലത്താലും സ്പീഡ് കുറഞ്ഞു പോകുന്നുണ്ട്. സോ റേറ്റ് അറ്റ് വിച്ച് ഡിക്രീസ് happens is far more than DC shunt motor എന്ന് പറയേണ്ടി വരും. ഇനി ഷണ്ട് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ, സീരീസ് ഫീൽഡിനെക്കാളും കൂടുതലാണെങ്കിൽ DC ഷണ്ട് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും DC മോട്ടറിന്റെ. സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഷണ്ട് ഫീൽഡിനെക്കാളും കൂടുതലാണ് DC സീരീസ് മോട്ടർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാം DC N വേഴ്സസ് IA ക്യാര നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഒരു ക്യാര വന്നു. ഇതേ ക്യാരയാണ് DC ഷണ്ട് മോട്ടറിന് N വേഴ്സസ് IA. നിങ്ങൾ എടുത്ത് നോക്കുക, DC ഷണ്ട് മോട്ടറിന്റെ കേസിൽ N വേഴ്സസ് IA ഇത് കണ്ടോ ക്യാര, ഈ ക്യാര തന്നെയാണ് അവിടെയും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് സീരീസ് മോട്ടറിന്റെ കേസിലാണെങ്കിലോ N വേഴ്സസ് IA ക്യാര എന്താ, N വേഴ്സസ് IA ക്യാര, അതെ N വേഴ്സസ് IA ക്യാര ഇങ്ങനെ താഴോട്ടേക്കാണ് അല്ലെ. അതേ ക്യാര തന്നെ ഇവിടെയുള്ളത്, N വേഴ്സസ് IA. അതെ സീരീസ് മോട്ടറിന്റെ. അപ്പൊ ഷണ്ട് മോട്ടറിന്റെ കാര്യം ഉണ്ട്, സീരീസ് മോട്ടറിന്റെ കാര്യം ഉണ്ട്, നടുവിൽ വരുന്നൊക്കെ കോമ്പൗണ്ട് മോട്ടറിന്റെ ക്യാരസ് ആണ്. ഓക്കെ, ഇനി സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്. അപ്പോ T increases means IA increases. നമുക്കറിയാം T directly proportional to IA ആണ്. ഏതിന്റെ കേസിൽ, ഷണ്ട് മോട്ടറിന്റെ കേസിൽ. സീരീസ് മോട്ടറിന്റെ കേസിലോ T directly proportional to IA സ്ക്വയർ ആണ്. എന്തായാലും നമ്മൾ T ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ IA ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ IA ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IA ആർമേച്ചറിലേക്ക് പോകുന്ന കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടർ റൊട്ടേറ്റ് ചെയ്യും, റോട്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് കട്ട് ചെയ്യും, അപ്പോൾ ഫ്ലക്സ് കട്ട് ചെയ്യുന്നത് കൂടുകയും ചെയ്യും, ഫ്ലക്സ് കൂടുക, എഫക്റ്റഡ് ആവാൻ. സോ 5 ഇൻക്രീസ് അല്ലെ, 5 ഇൻക്രീസ് ചെയ്താൽ സ്പീഡ് n ഡിക്രീസസ് ആസ് ഇറ്റ് ഈസ് ഗിവൻ ബൈ. നമ്മൾ നേരത്തെ മുമ്പ് ഇതിനകത്ത് കണ്ടതാണ്. എന്നിന്റെ ഇക്വേഷൻ എന്താ, EB ഇൻറ്റു K1 ഇൻറ്റു 5SH ബൈ 5SC അല്ലെ. അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഫ്ലക്സുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, n ഡിക്രീസ് ചെയ്തു അല്ലെ. അതിന്റെ മീനിങ് എന്താ, നിങ്ങൾ ടോർക്ക് ഇൻക്രീസ് ചെയ്തോ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യും, ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്താൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ മതി, ആർമേച്ചർ കറന്റ് എപ്പോഴാണോ കൂടുന്നത് സ്പീഡ് അപ്പൊ കുറവായിരിക്കും. അതായത് നേരെ തിരിച്ച്, സ്പീഡ് എപ്പോഴാണോ കുറവുള്ളത് ആ സമയത്ത് ആർമേച്ചർ കറന്റ് കൂടുതലായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ, സ്പീഡ് വളരെ കുറവാണ്, അല്ലെങ്കിൽ വളരെ ചെറിയ സ്പീഡ് ആയിരിക്കും. പക്ഷെ റഷ് ചെയ്ത് വരുന്ന, സ്റ്റാർട്ടർ ഇല്ലാതെ റഷ് ചെയ്ത് വരുന്ന കറന്റ് എത്രയാ, വളരെ കൂടുതലാണ് അല്ലെ. തുടങ്ങുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറവാണ്, പക്ഷെ ആർമേച്ചർ വളരെ കൂടുതലായിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ സ്പീഡ് കൂടി ഒരു ലെവലിലെത്തും, അപ്പൊ ആർമേച്ചർ കറന്റ് ഡ്രോ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഓപ്പോസിറ്റ് എഫക്ട്സ് ആണ്. അതേ കാര്യം തന്നെ എവിടെയും പറയുന്നത് അല്ലെ. ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. സ്പീഡ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോ ടോർക്ക് ഇൻക്രീസ് ചെയ്താൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യും, ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. ഓക്കെ, ടോർക്ക് ഇൻക്രീസ് ചെയ്താൽ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യും, ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന ഫ്ലക്സുകളുടെ എണ്ണം കൂടും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആസ് പെർ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ സ്പീഡ് വിൽ ബി ഡിക്രീസിങ്. അത്രയേ ഉള്ളൂ, ബാക്കി സെയിം തന്നെ. ഷണ്ട് ഫീൽഡിന്റെ സ്ട്രെങ്ത് സീരീസിനെക്കാട്ടും കൂടുതലാണ് DC ഷണ്ട് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും, സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഷണ്ട് ഫീൽഡിനെക്കാട്ടും കൂടുതലാണ് DC സീരീസ് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും.
അപ്പൊ ഷണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെ n വേഴ്സസ് ടി എ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം n വേഴ്സസ് ടി എ ഷണ്ട് ക്യാരക്ടറിസ്റ്റിക് അവിടെ n വേഴ്സസ് ടി എ n വേഴ്സസ് ടി എ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണുന്നത്, പക്ഷെ ചെറിയൊരു കേവ് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ചെറിയൊരു കേവ് പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സീരീസിന്റെ മോട്ടറിന്റെ നിങ്ങൾക്ക് കാണാം n വേഴ്സസ് ടി എ ഗ്രാഫ് ഇങ്ങനെ, സീരീസ് മോട്ടറിന്റെ n വേഴ്സസ് ടി എ ഗ്രാഫ് ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നത് സീരീസ് മോട്ടർ. അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്, ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നത്. ഇതിന്റെ നടുവത്തൊക്കെ കോമ്പൗണ്ട് മോട്ടോർസ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇതോടെ നമ്മുടെ തേർഡ് മൊഡ്യൂൾ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.